ഹായ് ഗൈസ്, നിങ്ങളുടെ ഫോണിൽ ചാർജ് പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. കാരണം പാർട്ട് 1 വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ പോയി കാണാം. അപ്പൊ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നോക്കിയത് സ്ക്രീനിൽ ചെയ്യേണ്ടതായ കുറച്ച് സെറ്റിംഗ്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മൾ ഡേ ബൈ ഡേ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളിൽ കുറച്ചധികം സെറ്റിംഗ്സുകൾ ചെയ്യാനുണ്ട്. ആ ഒരു സെറ്റിംഗ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഓരോ പോയിന്റും അത്രമേൽ വാല്യുബിൾ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. ഫോണിൽ ചാർജ് വെക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയതും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരുപാടധികം ആപ്ലിക്കേഷൻസുകൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഡേ ബൈ ഡേ പ്ലേ സ്റ്റോറിൽ അപ്ഡേഷൻസ് വരാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാതെ പഴയ വേർഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷന്റെ എഫിഷ്യൻസി കുറയാണ്. അപ്പൊ ഈ എഫിഷ്യൻസി കുറയുന്നതിലൂടെ കൂടുതൽ ചാർജ് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് കൺസ്യൂം ചെയ്യും. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്തു പോവുക. അതായത് നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാവില്ല. അതായത് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെ മുതലായ ആപ്ലിക്കേഷൻസുകൾ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാറ്ററി പെർസെന്റേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് അതായത് ഒരുപാടധികം ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ബാക്ക് വരുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആകുകയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യം തെറ്റാണ്. കാരണം നമ്മൾ ബാക്ക് വന്നാലും ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആക്കുകയും അതിൽ നിന്ന് കൂടുതൽ ചാർജ് നമ്മുടെ ഫോൺ കൺസ്യൂം ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ആപ്പ് സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. ഞാനിപ്പോ തൽക്കാലം യൂട്യൂബ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഫോർസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് അത് ഓഫ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഏത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താലും ഫോർസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആകത്തില്ല. ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാടധികം ആപ്ലിക്കേഷൻസുകൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാടധികം ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസുകളെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ചാർജ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാറ്ററി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ സ്റ്റോറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു 3 ടിപ്പോളം പറഞ്ഞു. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു 5 ടിപ്പോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഒരു 8 ടിപ്സ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 8 ടിപ്പും നിങ്ങളുടെ ഫോണിൽ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി പെർസെന്റേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയും കുറച്ചധികം ടിപ്സുകൾ ഉണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോക്ക് ലൈക്ക് വെച്ചേക്കാം. പിന്നെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.